Hey guys, in this video I will tell you exactly how did I score 80 out of 80 in my plus 1 English exam in Kerala syllabus. So let's get right into it. Tip number 1, read each chapter at least twice. So every chapter, നിങ്ങളുടെ ഏത് ചാപ്റ്റർ എടുത്താലും അത് 3 വട്ടം വായിച്ചിരിക്കണം. 3 വട്ടം വായിക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഏതൊക്കെയാണ് ഓദർ, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതിലെ മെയിൻ ഇവൻറ്റ്സ് ആൻഡ് തീം, ഇതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് കിട്ടും. ഇതിൽ നിന്ന് ആൻസർ എഴുതുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് ടിപ്പ്, ഫോർമാറ്റുകൾ നന്നായി വായിക്കുക. ചില ഫോർമാറ്റുകൾ സിമ്പിളായിട്ട് വരും. എക്സാമ്പിൾ ലെറ്റർ എഴുതുമ്പോൾ ലെറ്ററിൻ്റെ അഡ്രസ്സ് എഴുതേണ്ട താഴെ അങ്ങനെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡയറി ചെയ്യുമ്പോൾ ഡേറ്റ്, ടൈം, മേ ബി ടൈം ചിലവർ എഴുതും. പിന്നെ ചിലവർ ഡിയർ ഡയറി എഴുതും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പക്ഷേ ബേസിക്കലി നിങ്ങൾക്ക് ഡിസ്കോഴ്സസ് ആണ് പറയാം. ഡിസ്കോഴ്സസിൻ്റെ വീഡിയോസ് ഈ എക്സാമിന് സൈലം അങ്ങനത്തെ ചാനൽസ് ഇടും, അത് പോയി കാണാം. അത് ചിലപ്പോൾ 30 അല്ല 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അത് ഫുള്ളി കവർ ചെയ്യും. നിങ്ങളത് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസും ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എഴുതി വെച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ആൻഡ് ദ തേർഡ് ടിപ്പ് വിച്ച് ഇസ് യൂസ് ഗൈഡ്സ് ലൈക്ക് എക്സാമിനർ ആൻഡ് എക്സാം പോയിന്റ്. ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന കണ്ടുണ്ട് എക്സാം പോയിന്റ് എന്ന ഗൈഡുണ്ട്. അത് നല്ല ഡീസൻ്റ് ഗൈഡാണ്. ബട്ട് try to minimize it a lot and try to use the guides only at the last moment of the exams. Examsന്റെ ലാസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ ഗൈഡ്സ് പ്രിഫറബിൾ ആണ്. ബിക്കോസ് ടെക്സ്റ്റ് ബുക്ക് കുറച്ച് ലെങ്ത് കൂടിയതായതുകൊണ്ട് ഗൈഡ്സ് നിങ്ങൾക്ക് ചെറുതാക്കി കൺസൈസ് തരും. എന്നാലും ഗൈഡ്സ് മാത്രം പഠിച്ചു പോകാൻ പറയുന്നില്ല. നിങ്ങളുടെ മെയിൻ പഠിക്കേണ്ട എല്ലാം ടെക്സ്റ്റ് ബുക്കിലാണ് എല്ലാം വരിക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ എല്ലാം സെറ്റായി. ആൻഡ് ദ ഫോർത്ത് ടിപ്പ് വിച്ച് ഇസ് ഗ്രാമർ. ഈസി, സിമ്പിൾ. ജസ്റ്റ് ഗോ ടു എക്സാമിനർ സൈഡിൽ ഏതെങ്കിലും പേജസിൽ പോവുക, അല്ലെങ്കിൽ വേറെ ചാനൽസ് ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ജസ്റ്റ് ഗ്രാമർ ടോപ്പിക്സ് പഠിക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ള വീഡിയോസ് കാണാം. ഗ്രാമറിൻ്റെ ഫുൾ കവർ ചെയ്യുന്ന ടോപ്പിക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ദ ലാസ്റ്റ് ഡേ ബിഫോർ എക്സാം they will launch lives. Watch that live only for grammar. That will be really great. And അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PYQ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ PYQനെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഗ്രാമറായിട്ട് വരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ടിപ്പ് വിച്ച് ഇസ് പ്രസൻറ്റേഷൻ. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പ്രസൻറ്റ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഹോണസ്റ്റ്ലി കുറേ മാർക്സ് ഫ്രീ ആയി കിട്ടും. പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ, പേപ്പറിൻ്റെ അവിടെ മാർജിൻ വരയ്ക്കാം. പിന്നെ നമ്മുടെ എല്ലാം ഓരോരോ ആൻസർ എഴുതി കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു അണ്ടർലൈൻ വരയ്ക്കാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഉണ്ടാവും. ഓരോ ലെസൺസ് ഉണ്ടാവും, കീവേഡ്സ് ഉണ്ടാവും. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെച്ച് ആൻസറിൽ നോക്കിയിട്ട് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മെയിൻലി എന്ന് നോക്കും. ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ കുറച്ചൊരു മാർക്സ് ഇടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ ശരിയല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. പറഞ്ഞാൽ പേപ്പർ പ്രസൻറ്റേഷൻ, പേപ്പർ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കട്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും നിങ്ങൾ പേപ്പർ ഓർഗനൈസ് ചെയ്യുമ്പോൾ എക്സാമിനറിന് ടിക്കറ്റ് പോകാൻ ചാൻസ് കൂടുതലുണ്ട്. And my tips are finished and I will give you a bonus tip which is time allocation. English പോലത്തെ എക്സാംസിൽ ടൈം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം കുറേ ഉപയോഗിക്കാൻ ചാൻസ് വരും. അപ്പോൾ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. ഓരോ ക്വസ്റ്റ്യൻസിനും അലോക്കേറ്റ് ചെയ്ത് വെക്കണം. 1 മാർക്കിൻ്റെ ഇത്ര സമയം, 6 മാർക്കിൻ്റെ ഇത്ര സമയം എന്ന് വെച്ച്. അപ്പോൾ എക്സ്ട്രാ ടൈം കിട്ടുകയാണെങ്കിൽ എല്ലാത്തിലും അണ്ടർലൈൻ ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം.
So that's basically it. And if this video helped you, please like, subscribe and comment your thoughts. And thanks for watching.